അങ്ങനെ പോണ കൊറേ പരിപാടികളൊക്കെ നോക്കിയടേ. രണ്ടു സിനിമയിൽ ഓഡിഷൻ കൊടുത്തേട്ടാ. പിന്നെ അല്ലാതെ രണ്ടു ഓഡിഷനൊക്കെ ഞാൻ കൊടുത്തേട്ടാ. സിനിമയില് 2 ഓഡിഷനൊക്കെ കൊടുത്തു. അതുകൊണ്ട് പേരൊക്കെ പിന്നെ പറയാം. ക്ലച്ച് പിടിക്കോളിയാ, നിനക്ക് പണ്ടേ അഭിനയിക്കാൻ കഴിവുണ്ട്. ഞാൻ അതെപ്പോഴും പറയല്ലോ, നമ്മള് റൂമിൽ വെച്ച് നീ ചെയ്യും. തടിച്ചു കേട്ടോ. അത് ഞാനാ പോടാ. ഓ തന്നെ തടിച്ച്. ഓ പിന്നെ വീട്ടിൽ പറഞ്ഞമാര് എല്ലായിടത്തും ഇത് തന്നെ പറയണം. കുറെ നേരം എത്രയെന്ന് പറഞ്ഞാണ് മനുഷ്യൻ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ആള് കൊള്ളാം. ഇത് അവന്മാർ അവിടെ നിന്ന് വിളിച്ചില്ലേ? അവന്മാരെ അവിടെ നിന്ന് വിളിച്ചത്. പിന്നെ ആ ശങ്കരന്റെ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചതിന് പിന്നെ ആ ശങ്കരന്റെ ഫോണൊക്കെ വാങ്ങിച്ചത്. ശങ്കരന്റെ ഫോൺ വാങ്ങിച്ചിട്ട് അവന്റെ വ്ളോഗും അവന്റെ അവനൊരു നിയമം, നിങ്ങൾക്കൊരു നിയമം. കൊള്ളാമല്ലോ. അവനും എനിക്ക് ഒരേ പ്രായം. നീങ്ങ് എത്ര നേരം കൊണ്ട് പറഞ്ഞു കട്ട് ചെയ്യും. അത് സംസാരിച്ചോണ്ടിരിക്കില്ലേ അങ്ങനെ കട്ട് ചെയ്യണത്? ഭയങ്കര തലവേദന കേട്ടാ. തടവറ്റൊരു ശിവപ്രസാദ് അല്ല, തലവേദന. അതിനിപ്പോ എന്തോ നീ പറഞ്ഞ? ഒന്ന് മസാജ് ചെയ്ത് തരുമോ? ഒന്ന് മസാജ്. ഞാൻ കണ്ട ശിവപ്രസാദ് മസാജ് ആണോ നിങ്ങൾ ശിവപ്രസാദ് കേൾക്കണേ? ഒരു മിനിറ്റ്. ഫോൺ. ഹലോ. അമ്മേ. ഞാൻ ഇപ്പൊ വന്നിരിക്കും. ഭയങ്കര തലവേദന. ഇല്ല മാമന്റെ കൂട്ടുകാരന്റെ മോന്റെ കല്യാണത്തിന് പോയിരിക്കുന്നു. വെച്ചേക്കാം. ശരി. സോറി അമ്മ വിളിച്ചോണ്ട് തീർന്നു. ഇനി എടുക്കൂല. അമ്മ വിളിച്ചിട്ടേ മീൻ വറുത്ത് വെക്കാൻ പറഞ്ഞു. വേറെ ഒന്നുമില്ല, തീർന്നു. ഇനിയില്ല. ഇനി നോ ഫോൺ, ഉള്ളി മസാജ്. ശക്തിക്ക് പൂറ സൗണ്ട് കേൾക്കണോ? അവിടെ തൊണ്ട പൊട്ടി ചത്താലും ഞാൻ പോകില്ല. അവിടെ കിടന്ന് വിളിക്കട്ടെ. പിന്നെ ഇങ്ങനെ കിടന്ന് കാറി പിടിച്ചോണ്ടിരിക്കണ വീടിന്റെ മുറ്റത്ത്. വീടിനടുത്ത് എനിക്കൊരു ഞാൻ ആദ്യം ഒരു ബുക്കിൽ എഴുതി പഠിക്കണം. എന്നിട്ട് നേരെ അക്ഷരം എനിക്ക് തലവേദന എടുക്കണം. ഒന്ന് ചെല്ല്. ഞാൻ എന്തിനു പോണത്? ഞാൻ ചെറുക്കന്റെ വായിക്കാത്ത വല്ല കുത്തിക്കറ്റി വേ. ഇപ്പൊ കാണില്ലേ? പിന്നെ കാണുള്ള. ഞാൻ ഇപ്പൊ അടുത്ത് നിൽക്കല്ലേ, നീ ഇപ്പൊ നോക്കന്നെ. എന്റെ പൊന്ന് ചെറുക്ക, നീ എന്തിനാണ് ഇങ്ങനെ അടിവായിട്ടിന്ന് കാരണത്? എന്താണ് നിന്റെ പ്രശ്നം? കൂടെ എന്താ? പിന്നെ എനിക്ക് തല പൊട്ടി തെറിക്കണ. മൊബൈൽ ഞാൻ തരുന്നില്ല. എടാ ഇതുകൊണ്ടല്ലേ നിന്റെ മൊബൈൽ ഞാൻ വാങ്ങിച്ചു വെച്ചത്. എടാ മൂരാച്ചി വിളിച്ചാണ്. മൂരാച്ചി പഠിപ്പിച്ചും കൂടെ വിളിപ്പിക്കിനി. പറ്റും. താളത്തിൽ അടുത്തല്ലേ നിക്കണത്, നമുക്ക് ചെവിയേക്കാം. നീ പതുക്കെ വിളി. നീ പിന്നെ കണ്ടോളാം ഞാൻ ഇവിടെ നിക്കല്ലേ. പിന്നെ അപ്പൊ ഇപ്പൊ പോട്ടെ. നീ പോന്നു ചേട്ടാ. നീ പോന്ന സത്തെ നീ പോന്നു. പിന്നെ ഇറങ്ങണ വീട്ടിന്ന്. ഞാൻ പോണിയാ. ഈ 10 വരെ എണ്ണനേനുള്ളിൽ എന്റെ മൊബൈൽ തന്നില്ലെങ്കിൽ ഈ 1.5 ആള് ആഴമുള്ള സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. സത്യം തന്നെ? സത്യം. അതിനുള്ളിൽ എനിക്ക് എന്റെ മൊബൈൽ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഈ 1.5 ആള് ആഴമുള്ള
സ്വിമ്മിംഗ് പൂളിൽ നിനക്കിപ്പോ ഉള്ളി വേണോ മൊബൈൽ വേണം എന്തോ പറഞ്ഞല്ലോ ഉള്ളി തന്നില്ലെങ്കിൽ ഓ ചേട്ടാ ചേട്ടാ മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തന്നു. അല്ലെങ്കിൽ ഞാൻ എടുത്ത് ചാടി എപ്പ തരാം നീ അച്ഛനെ വിളിച്ചോട്ടോ ആദ്യം നിന്റെ അച്ഛൻ്റെ അടുത്ത് 10 വർത്താനം വേണ്ടേ ഉള്ളൂ നിന്റെ മൊബൈൽ നിന്റെ കൊച്ചു ഇറങ്ങി 24 മണിക്കൂർ ഞാൻ തരണില്ല ഞാൻ എണ്ണാൻ പോവാണ്. 1 1 2 നിങ്ങൾ എന്തിനാ എണ്ണണം? എനിക്കറിയാം എണ്ണാൻ. പിന്നെ എണ്ണ് 1 എന്റെ ചേട്ടാ കൂടെ ചേട്ടാ 3 എത്തിയത് ഇനി 4 ഉണ്ട് 3 4 ചേട്ടാ, അവൻ ചാടി ആദ്യം നമ്മൾ കൊടുക്കും. 5 6 7 8 10 11 12 ചാട 10 11 12 30 30 ചേച്ചി പിങ്കി പിങ്കി അടിയാ 30 കഴിഞ്ഞിട്ട് എന്തോന്നായിരുന്നു? കൊള്ളാം ബെസ്റ്റ്. ഇപ്പൊ മനസ്സിലായാടാ ചാറ്റി എന്തോ നിനക്ക് അറിഞ്ഞൂടല്ലേ എടാ സ്കൂളിൽ പോയി പഠിക്കടാ നീ ഇവിടെ മൊബൈൽ കൊണ്ട് നടക്കാതെ നീ അവന്റെ ഒരു മൊബൈലും അവന് ആ ശങ്കര ചാടുന്ന കൊള്ളാം, അത് മൊത്തം കൂത്താടിയാണ്. അത് കുഴപ്പമില്ല അത് ഈ തവള തിന്നോളൂ അല്ല നിങ്ങൾ എന്നെ കളിയാക്കണ മഴയത്ത് ചാവാൻ പോണവൻ കൊടയും പിടിച്ചോണ്ടാ പോണ അതേപോലെ തന്നെ ഞാൻ ചാവാനാണ് പോണ അല്ലാതെ എനിക്ക് അതുകൊണ്ട് കൂത്താടി ഒരു പ്രശ്നമല്ല. എന്താണ് ചേട്ടന്റെ പ്രശ്നം എന്താണ് അത് കൊടുക്കാൻ? അവൻ എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ ആ മാമ അവിടെ ഉണ്ടെങ്കിൽ ഇത് വല്ലതും നടക്കും. മാമന്റെ കാര്യം പറ കാര്യങ്ങള് നിന്റെ മാമന് ഇവന്റെ അച്ഛനും കൂടെയാണ് ഈ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടാക്കി ടീച്ചറിനെ സ്കൂളിലും വിടാതെ ഒരു മൊബൈല് വാങ്ങിച്ചു കൊടുത്തു അവന്റെ വ്ളോഗും അവന്റെ നീ എന്താടാ നോക്കി വെക്കണത്? ഇറങ്ങടാ വാശിയാളാ. ഞാൻ ചാടും ചാവും. ചാടും ഇങ്ങോട്ട് പിടിച്ചാണ് ചാവും. അവനെ. എന്റെ നിയമം ഇതുപോലത്തെ ഓരോന്നാണ് ഉണ്ടാവണമെങ്കിൽ അതിനാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചേക്കണത്. ഹായ് ഗായ്സ്, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് തന്റെ മൊബൈൽ പിടിച്ചു വെച്ച് കളിയും പഠിത്തവും ഒക്കെ നഷ്ടപ്പെട്ട് തന്റെ ആശാന്റെ മകൻ തന്റെ മൊബൈൽ പിടിച്ചു വെച്ചിട്ട് ക്രൂരമായി പീഡിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഈശ്വര, ഈ പിഞ്ചു കുഞ്ഞ് മോനെ കൂടെ നോക്കിയോ, ഈ പിഞ്ചു കുഞ്ഞ് സൂസൈഡിനായി സ്വിമ്മിംഗ് പൂളിന്റെ അറ്റത്ത് നിൽക്കുകയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ശങ്കരൻ വെള്ളത്തിൽ ചാടുമോ അതോ ചാടാതിരിക്കുമോ? ആശാന്റെ മകൻ അവന്റെ മൊബൈൽ തിരിച്ചു കൊടുക്കുമോ അതോ തിരിച്ചു കൊടുക്കാതെ? കേറി വാ ചേച്ചി. ഞാൻ ഇത്ര ആർത്തല്ലേ പറഞ്ഞോണ്ടിരുന്നത് അവന്റെ അവന്റെ അടുത്താ നിനക്ക് മലയാളം അറിഞ്ഞൂടെ? അറിയാം. നീ ഇവിടെ എന്തിനാ വന്നത്? ഞാൻ ഇവിടെ നീ വ്ളോഗ് ചെയ്യാൻ വന്നത് അവിടെ നിന്ന് നിങ്ങളൊക്കെ കാണാൻ. ഇതെല്ലാത്തിനും കാരണം സ്വിമ്മിംഗ് പൂളാണ്. അവളെ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഹലോ ഗായ്സ് അവളുടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചെറുക്കൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ കാണിച്ചു എവിടെ പോണു? ഞാൻ വാങ്ങിച്ചതാ നിനക്ക് ഫോൺ. ഞാൻ വാങ്ങിച്ചതാ നിനക്ക് ഫോൺ. അയ്യോ രാമേട്ട ഓടി വാ. ഓടി വാ. രാമേട്ട ഓടി വാ. അയ്യോ രക്ഷിക്കണേ. അയ്യോ അങ്ങനെ പോയാ നിനക്ക് നീന്താ അറിയായിരുന്നു അപ്പൊ? അറിയായിരുന്നു. വൃത്തികെട്ടോ മനുഷ്യൻ. മൊബൈൽ കിട്ടൂലേ? നീ മൊബൈൽ കിട്ടാൻ വേണ്ടിയാണ് ഇത്ര കാണിച്ചത്. ഇട്ടിച്ച് നിന്റെ ഷേപ്പ് മാറ്റാനാണ് തോന്നുന്നത്. ഇവനെ വെള്ളത്തിൽ മുക്കി കൊന്നാലേ ഇവനെ. ഇപ്പൊ എങ്ങനെ പിങ്കി ചാടിയിരുന്നെങ്കിൽ ശരിക്കും ശവം പൊങ്ങിയേനെ. ഇപ്പൊ നിനക്ക് നീന്താ അറിഞ്ഞൂടല്ലോ. ചത്തില്ലടാ മോനെ മൊബൈൽ തരോ? മൊബൈൽ തരാടാ. നിങ്ങൾക്ക് അറിയാതെ പിന്നെ അവൻ നീന്തൽ പഠിക്കുമ്പോ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ നീന്തൽ. ബെസ്റ്റ് കൊള്ളാം. എന്നാ ഒരു വാക്ക് എന്റെ അടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇപ്പൊ ഇവളെ പിടിച്ച് തള്ളിയിട്ടാണ്. ആ ഞാൻ ഇപ്പൊ ചത്ത് അയ്യോ അങ്ങനെ തള്ളിയിട്ടില്ല അവക്ക് നീന്തൽ അറിഞ്ഞിട്ട് അതല്ലേ പിക്കാറൂടാ. കേറേ വാടാ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കാൻ. എന്തൊരു ആക്ടിങ്. കിണി ഒക്കെ ഉണ്ട്. അണ്ണാ മൊബൈൽ ഇപ്പൊ തരൂ. അച്ഛനെ വിളിച്ചോണ്ട് വാടാ തരാ നിങ്ങൾ എന്തോന്ന് വാടാ അവിടെ. വെറുതെ ഡ്രസ് ഒന്ന് നിറഞ്ഞ് മൈൻഡ് പോലും ചെയ്യും.